പൂപ്പൈതലേ കുഞ്ഞോമലേ ഉള്ളം തൊടും ആനന്ദമേ പൂപ്പൈതലേ കുഞ്ഞോമലേ ഉള്ളം തൊടും ആനന്ദമേ ചിമ്മി വിടരും പൂമിഴിയിൽ തിങ്കളുണരും ചന്തമാണോ വെണ്ണിലരുളും ദേവതകൾ തന്ന വരമാണോ ആലോലം ആലോലം നീ മാറിൽ ചാഞ്ചാട് ഞാനാകും തേരേറെ നീ ലോകം നീളെ കാണ് ആലോലം ആലോലം നീ മാറിൽ ചാഞ്ചാട് ഞാനാകും തേരേറെ നീ ലോകം കാണ് കാണ് രാവാകെ മിന്നൂരം കുഞ്ഞു തിരിയായി മിന്നാം എള്ളോളം കണ്ണീരും ഉമ്മ മഴയാൽ മൂടാം ഓതാനായി നാവോരം അക്ഷരലോകം നൽകാം കണ്ണിൽ നീ മായുമ്പോൾ അമ്മ മനമായി വിങ്ങാം നിന്റെ നിലാപ്പൊൻചിരിയിൽ വീടറിഞ്ഞീ മണ്ണും സ്വർഗം നിന്നൊലികൾ പിന്തുടരേ ഞാനും പുൽകി ബാല്യം എന്തിനി വേണം ഈ വാഴ്വിൻ നിർവൃതിയാകാൻ നീയില്ലേ ആവോളം ജന്മങ്ങൾ തേടുന്നു നിന്നരികെ അരികെ ആലോലം ആലോലം നീ മാറിൽ ചാഞ്ചാട് ഞാനാകും തേരേറെ നീ ലോകം നീളെ കാണ് ആലോലം ആലോലം നീ മാറിൽ ചാഞ്ചാട് ഞാനാകും തേരേറെ നീ ലോകം കാണ് കാണ് ആരിരോ 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 പൂപ്പൈതലേ കുഞ്ഞോമലേ ഉള്ളം തൊടും ആനന്ദമേ താങ്ക് യു ഇതാരാ ഇത്? പാരസ്യാരാണ്. എന്തെന്ന് ശരിക്കും എന്താ മോളെ പേര്? അമൃത് ശ്രീയാൻ പി ഹരി. ഓ എൻ്റെ അമ്മ. അതാണോ ഇത്? വീട്ടിൽ എന്താ മോനെ വീട്ടിൽ എന്താ വിളിക്കണേ? വിളിക്കാ? ആ ഞാനും മതില്ലേ? ആ അത് മതി. യാനു. ഓക്കെ. ഞാനും എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ്. അത് ആരൊക്കെയാന്നറിയോ? ആരൊക്കെയാ? ഇതാര് ഈ അറ്റത്തിരിക്കുന്നേ? സരസാറ്. അതിന്റെ ഇപ്പുറത്തിരിക്കുന്നതോ? ഷാനിക. അതിന്റെ അപ്പുറത്തിരിക്കുന്നതോ? ഞാനും ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഓ KG-F-ലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഞാൻ വരച്ച എ ആന്ന് തെറ്റിദ്ധരിച്ചു. എ ആയിരുന്നോ?
അല്ലെ എഫ്? എഫില്. ആരൊക്കെയാ യാനുവിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാ? ഋഷാനകേഷ് ഒരാളേ ഉള്ളൂ? ഒരു ഫ്രണ്ടേ ഉള്ളൂ? ഹംദാൻ 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 ഹംദാൻ. എന്താണ് വേറെ എത്ര? 2 ഫ്രണ്ട്സ് ഉള്ളൂ? 2 ഫ്രണ്ട്സ്. എന്താ ആ പേര് മാത്രം പറയാത്തെ? പറഞ്ഞേ നീ ഇപ്പൊ എന്താ? ഐസ ഫാത്തിമ. ആ പേര് മാത്രം പറയുന്നില്ല ഷാനിക്ക്, അത് പറയുമ്പോ ചിരിക്കുവാ. എന്താ ആ പേര് പറയാത്ത യാനു? അതാ ആ അത് എന്റെ ഗേൾഫ്രണ്ട്. എടാ കള്ള, എടാ അതാണ് നീ പേര്. അതല്ലേ അപ്പൊ ആദ്യം പറയേണ്ട പേര്. ആ പേരെന്താ ഗേൾഫ്രണ്ടിന്റെ? ഐസ ഫാത്തിമ. ഇതാണ് ആയിഷ ഫാത്തിമയ്ക്ക്. അത് പറയുമ്പോ തന്നെ സുഖാണോ ആയിഷ ഫാത്തിമയ്ക്ക്? അയ്യോ, ഞങ്ങളുടെ എല്ലാവരുടെ അന്വേഷണം അറിയണോ കേട്ടാ. നിനക്ക് എത്ര വയസ്സായടാ? 6. എടാ നമ്മളൊക്കെ 6 വയസ്സിൽ എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു? എഴുതിയായിരുന്നു. Such a waste of time. ഇപ്പൊ ഫീൽ ചെയ്യാ ഷാൻ, പാവം. എങ്ങനെ അറിഞ്ഞു ആ കുട്ടിയുടെ കാര്യം? അത് ഇവന്റെ സ്കൂൾ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചു, ഞാൻ എന്റെ അത് ആരും ഏറ്റവും ഇഷ്ടം ചോദിച്ചു. അപ്പൊ ഒരു കുട്ടീനെ കാണിച്ചു. ഞാൻ ചോദിച്ചത് ആരാ? അതെന്റെ ഗേൾഫ്രണ്ട്. പേരെന്താ? ഐസ ഫാത്തിമ. അത് നാണത്തോടെ. ഇതിപ്പോ ഐസ ഫാത്തിമന്റെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക്? വല്ല പിടുത്തമുണ്ടോ? കുഞ്ഞിനെ പോലെ ഇരിക്കും അവിടെ. അടിപൊളി. എന്തുകൊണ്ടാ സോങ് ഇവന്? ഐസ ഫാത്തിമന്റെ വാപ്പ അവളോട് പാടി ഇങ്ങോട്ട്. അതെ, ഏതവനാടി ഇത്? എനിക്ക് നീ എന്തിനാണ് എന്റെ പേര് പറഞ്ഞതെന്നൊക്കെ. ഓക്കെ, എന്താണ് യാനുവിന് വേണ്ടി സോങ് ഡെഡിക്കേറ്റ് ചെയ്തത്? അത് ഈ സിനിമ ഞാൻ കണ്ടരം കരഞ്ഞു. ഓക്കെ, ഈ സിനിമ കാണാൻ കാരണം ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ഇതിന്റെ ഒരു സീനുണ്ട് സിനിമയുടെ. അപ്പൊ ഒരു ഏച്ചി അനിയത്തിന്റെ ഒക്കെ ഒരു സിനിമ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുത്ത് സിനിമ കണ്ട്, പിന്നെ ആ സിനിമ കണ്ട് ഞാൻ ഫോൺ ഓഫാക്കി കരഞ്ഞു. പിന്നെ അതിലെ പാട്ടൊക്കെ കേട്ട് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ പാട്ട് പ്ലേലിസ്റ്റിൽ ഇട്ട് വെച്ച് പിന്നെ ഡെഡിക്കേഷൻ റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനെ ഡെഡിക്കേറ്റ് ചെയ്തു. വെരി ഗുഡ്. പിന്നെ ബെസ്റ്റ് ഡെഡിക്കേഷൻ ആയിരുന്നു ഇതുവരെ ഉള്ളതിൽ. സൂപ്പർ മോളെ. കസിൻസിനൊക്കെ കൂട്ടിനൊരാളുണ്ടാവായിരുന്നു. അപ്പൊ എന്റെ കൂടെ ആരും ഇല്ല. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഏജ് ഡിഫറൻസും ഉണ്ട്. നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സോങ് ആയിട്ട് സൂപ്പർ. ഈ പറഞ്ഞ പോലെ ഞാൻ സാധാരണ അവിടെ ചെയറിലാണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആളെ കൊണ്ട് ഇരുത്തുന്നത്. പക്ഷെ ഇത് ഓൺ സ്റ്റേജ് തന്നെ ഡെഡിക്കേഷൻ ചെയ്യാൻ പറ്റി. അത് ഒരു നല്ല മൊമെന്റ് ആയിരുന്നു. മോക്കിത് ലൈഫ് ലോങ് ആലോചിക്കാനും ഇങ്ങനെ ഒരു ഡെഡിക്കേഷൻ അവൻ വളർന്ന് വലുതാവുമ്പോഴിത് കണ്ട് ആസ്വദിക്കാനും പറ്റിയൊരു മൊമെന്റ് ആയിരുന്നു സൂപ്പർ സ്റ്റാറിലിത്. സോ ഈ ഒരു സോങ്ങിനും ഈ ഒരു ഐഡിയക്കും സൂപ്പർ. താങ്ക് യു സർ. ഇപ്പൊ നല്ല ചോയ്സ് മോളെ, നല്ല പാട്ട് ചൂസ് ചെയ്തോണ്ട് വന്നു. എല്ലാവർക്കും ആ ഒരു വൈബ് കിട്ടി കേട്ടോ. നല്ല, ഞാനൊന്നും അങ്ങനെ എഴുതിയിട്ടില്ല. എനിക്ക് ആ ഒരു, ഞാൻ കൂടുതലും ഒരു ഇമോഷനാണ് ഫോക്കസ് ചെയ്തത്. എനിവേ നൈസ് നൈസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹെഡ് ചേട്ടാ. ശരത് സർ. യാനു, മക്കൾക്ക് സുഖമാണോ? ചേച്ചി പാടിയത് എങ്ങനെയുണ്ട്? മോൻ ഇഷ്ടമായോ? ഓ, അത്ര കൊള്ളത്തില്ലായിരുന്നു. എനിക്ക് അത് അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല. മോൻ ഇഷ്ടമായോ? എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. എത്ര മാർക്ക് കൊടുക്കും യാനു? 99. ആകെ ഞങ്ങളുടെ ഈ 10 മാർക്കേ ഉള്ളൂ. നീ 100 വെച്ച് പിടിക്കുന്നത്. 99 എന്റെ ചേച്ചിക്കല്ലേ അത് നല്ലതാണ്. മോളെ സത്യം ഒരു കാര്യം, ഇതൊക്കെ ഒരു മൊമെന്റ് ആണ് നിന്റെ ജീവിതത്തിൽ മോളെ. ഇത് അവന്റെ കല്യാണത്തിന് നീ ഈ വീഡിയോ അവിടെ ഇട്ട് കൊടുക്കണം. ഇവിടെ വന്നിട്ട് കൊച്ചിനെ കളിപ്പിച്ചതും കുത്തി വരച്ചതും ഇതൊക്കെ മോളെ നല്ലൊരു മൊമെന്റ് ആയിരുന്നല്ലോ. അത് നമ്മൾ എന്താ പറയണ്ടേ, ഈ സഹോദര ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോകത്തില്ല. ഒരു ബന്ധങ്ങളും പോകത്തില്ല. അച്ഛനമ്മ സഹോദരങ്ങളെന്ന് പറയുന്നത് അത് എപ്പോഴും ഉള്ളത്. അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹമല്ല, ഇങ്ങോട്ട് എപ്പോഴും ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നല്ല പാട്ട് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ സോങ്, നല്ല സെലക്ഷൻ. എനിക്ക് തോന്നി ഈ ആദ്യത്തെ പല്ലവി മാത്രം മോക്ക് കുറച്ച് ശ്രുതി ചേരായിക, എനിക്കത് ഫീൽ ചെയ്തു. എന്തോ ഒരു തണുപ്പൊക്കെ പിടിച്ചിരുന്നു, പനിയൊക്കെ ഇന്നലെയോ കൃത്യമായിട്ടോ തൊണ്ടയിലെ വെള്ളം വറ്റിക്കാണും. വെള്ളമൊന്നും പറ്റി എനിക്ക് കേൾക്കുമ്പോ ശ്രുതി ഒന്നും. അതാ പറഞ്ഞു മോളെ, ഒക്കെ ഫ്ലാറ്റ് ആയിരുന്നു. അത് കുഴപ്പമില്ല, എല്ലാം അതുകൊണ്ടാണ്. എന്തോ ചെവിയുടെ കുഴപ്പമുണ്ടോ ചിലപ്പോൾ. നമുക്ക് അങ്ങനെ നമ്മൾ പാടത്തെ കറക്റ്റ് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് ആയിരിക്കത്തുമില്ല. അത് കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു പല്ലവി മൊത്തം
കേട്ടോ. അത് കുഴപ്പമില്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ നല്ലതായിരുന്നു. നല്ല ഒരു സുഖമുണ്ടായിരുന്നു. ഈ പാട്ടിൻ്റെ ഈ കോമ്പസിഷൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതുണ്ടായിരുന്നു. ആ മോള് നന്നായിട്ട് തന്നെ കൂളായിട്ട് തന്നെ പാടി. പിന്നെ കുഞ്ഞനിയൻ ഇവിടെ മക്കളുടെ ആ ഡാൻസ് സമയത്ത് ഞാൻ നമ്മുടെ ശ്രീഹരിയെ വിളിച്ച് എന്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. കൊച്ചിൻ്റെ ഡാൻസ് കണ്ടില്ല, അതൊന്നും കൂടെ ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ? അച്ചടാ ബ്യൂട്ടിഫുൾ മക്കളെ. ഇത്തിരി മാറിപ്പോയി. അത് കുഴപ്പമില്ല. അത് ഞങ്ങൾ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ അസാധ്യം കാണിച്ചേ, കൈവച്ച് എന്താ കാണിച്ചേ? എങ്ങനെ? അതെങ്ങനെ ഇരിക്കും? ഇതെന്താ കാണിച്ചത്? അതാ ഇതൊന്നും സാധനം ലവ് ആണ്. അത് ലവ് എന്ന് ചേർന്നിരിക്കുന്നതാണോ ഇങ്ങനെ? ശരത് സാർ, അന്ന് ഇവള് കാണിച്ചില്ലേ ഇങ്ങനെ കഴുത്ത് വെച്ചിട്ട്, ഇവനും ഉണ്ട് അതുപോലത്തെ ചില അഭ്യാസങ്ങൾ. അയ്യോ കാണട്ടെ, കാണിക്കോ? കുതിര കാണിക്കുന്നതാണല്ലോ ഞാൻ അറിഞ്ഞത്. ഫാത്തിമേന്റെ അടുത്ത് പറഞ്ഞു. ഷീപ്പിന്റെ സൗണ്ട് കാണിക്കോ? ഇത് കാണിച്ചിട്ടാണോ ഫാത്തിമ വീണത്? മക്കളെ രണ്ടുപേരെയും കൂടെ കണ്ടതിൽ കുറെ സന്തോഷം മോളെ, കേട്ടോ. താങ്ക് യു സർ. അത് നിങ്ങൾക്ക് എല്ലാ നന്മയും ഉണ്ടാവട്ടെ. സഹോദര ബന്ധം, അത് ചേച്ചി ബന്ധം എന്ന് പറഞ്ഞാൽ അത് വലുതാണ് മക്കളെ. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക ദേവാംഗി ഓ നന്നായിട്ട് പാടി. താങ്ക് യു സർ. ആ പല്ലവി മാത്രം ചെറിയൊരു ശ്രുതി പ്രശ്നം പോലെ ഫീൽ ചെയ്തു. ബട്ട് ഈ പറഞ്ഞ പോലെ ഈ കമ്പോസിഷന്റെ ഒരു ബ്യൂട്ടി ഇങ്ങനെ നമ്മളെ പാട്ടിനകത്ത് അങ്ങ് ഇരുത്തിച്ച്, പ്രത്യേകിച്ച് ആലോലം എന്ന് പറയുന്ന ഭയങ്കര ആ ഒരു പോർഷൻ ഭയങ്കര ഇഷ്ടം. ബ്യൂട്ടിഫുൾ ആലോലം എന്ന് പറയുന്ന പോർഷൻ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഹരി പറഞ്ഞ പോലെ ഇതായിരുന്നു നമ്മൾ കണ്ടതിൽ വെച്ച് ദി ബെസ്റ്റ് ഡെഡിക്കേഷൻ നമ്മൾ കണ്ടത്. എന്തോ ഒരു ഭയങ്കര സോൾ ഉണ്ടായിരുന്നു, ഭയങ്കര അർത്ഥമുള്ളല്ലോ തോന്നി ആ ഒരു ഡെഡിക്കേഷൻ. അപ്പൊ അത് ദാറ്റ് വർക്ക്ഡ്. ഇറ്റ് വാസ് റിയലി നൈസ് കേട്ടാ. അത് പിന്നെ ആക്ച്വലി അവനെ അവിടെ ഇരുത്താതെ ഇവിടെ ആ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഇരുത്തിയതാണ് ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഒരു സംഭവം. സൈഡിലൊരു ഡോള് അവര് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്നു, എന്നിട്ട് മോൾ അവിടെ നിന്ന് പാടുന്നു. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ഡാൻസ് കഴിഞ്ഞ അപ്പൊ തന്നെ അവൻ കളർ അടിക്കാനിരുന്നു. അതെ, എന്റെ പണി തീർന്നിട്ടില്ല ഞാൻ ബാക്കി കൂടെ കളർ പറഞ്ഞിട്ട് ഒന്നും പറയാനില്ല. മോളെ ഉഗ്രൻ സോങ് സെലക്ഷൻ, അടിപൊളി ഡെഡിക്കേഷൻ, എല്ലാം കൊണ്ടും ശുഭം. താങ്ക് യു ഷാനിക്ക. ഇനി എന്താ വേണ്ടേ? മാർക്ക് ചോദിക്കണ്ടേ? അന്ന് മാർക്ക് തരുവോ ശരത് സാറിന് ചോദിക്കേ. മക്കളെ അയ്യോ എന്റെ അങ്ങനൊന്നും പറയല്ലേ, ചോദിക്കല്ലേ, ഞാനങ്ങ് തരാം. മക്കളെ 8 മാർക്സ്. ഷാനിക്ക, ഹരിച്ചേട്ടാ ഓക്കെ. മാർക്കെല്ലാം അവിടെ സേഫ് ആണ് കേട്ടാ. ഓൾ ദ ബെസ്റ്റ്. എല്ലാത്തിനും ഓൾ ദ ബെസ്റ്റ്. അതെ, എല്ലാത്തിനും നന്നായി. ഫാത്തിമയോട് അന്വേഷണം പറയണം. ഓ ശരി, ഓക്കേടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.